പാര്യത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട 7 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ ശിലാന്യാസം നടക്കുകയാണ്. പതിറ്റാണ്ടുകളായി തുടർന്ന തർക്കം ഒടുവിൽ സർക്കാർ ഇടപെട്ട് രമ്യമായി പരിഹരിക്കുകയായിരുന്നു. പാര്യത്തുകാവ് എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, പതിറ്റാണ്ടുകൾ നീണ്ട തർക്കം, കേസ്, അതിന്റെ ചിലവ്, അലച്ചിൽ, ഏറ്റവും ഒടുവിൽ പുതിയ സർക്കാർ വന്നു വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച് അഭിനന്ദനാർഹമായ ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വീടുപണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്? സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, അതായത് ഈ പാര്യത്തുകാവിലെ 7 കുടുംബങ്ങളാണ് ഈ ഒരു പ്രശ്നവുമായി കഴിഞ്ഞ കുറേ നാളുകളായി കോടതിയും വ്യവഹാരവും ഒക്കെയുമായി നടന്നിരുന്നത്. അതിൽ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, പോലീസ് നിരവധി തവണ ഇവിടേക്ക് അവരുടെ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വീട് അവരെ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ കണ്ട വലിയൊരു കാലയളവ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സർക്കാരിന് മുന്നിൽ ആദ്യമായി വന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഈ ഒരു പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ഒരു തർക്കങ്ങൾ. അതിൽ സർക്കാർ തന്നെ റോജി എം ജോൺ MLA അതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്ത് ഈ ഭൂ ഉടമയും അതുപോലെ തന്നെ ഈ ഇവിടെ താമസിക്കുന്ന ആളുകളുമൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ച വയ്ക്കുന്നു. അങ്ങനെ ഒരു 2-3 തവണ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഒരു രമ്യമായിട്ടുള്ള പരിഹാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഭൂ ഉടമ തന്നെ ആ തർക്കഭൂമിയിൽ തന്നെ ഒരു 5 സെന്റ് വീതം, ഓരോ വീട്ടുകാർക്ക് 5 സെന്റ് വീതം വരുന്ന ഒരു ഭൂമി വിട്ടു നൽകാനും ആ ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വീട് നിർമ്മിച്ച് നൽകാനും സർക്കാരിന്റെ ഇടപെടലിലൂടെ സാധിക്കുന്നു. അതിന്റെ ആദ്യ കർമ്മം, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. 7 വീടുകളാണ് ഇവിടെ വച്ച് നൽകുക. സർക്കാരിന്റെ മേൽനോട്ടത്തിൽ സ്പോൺസറുടെ സഹായത്തോടു കൂടിയായിരിക്കും ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. 1 വർഷത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കുമെന്നുള്ളതാണ് നേരത്തെ ജൂൺ 13-ാം തീയതി നടന്ന അവസാനവട്ട ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 7 വീടുകളിൽ 6 വീടുകളുടെ 6ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനമാണ് നടക്കുന്നത്. റോജി എം ജോൺ MLA, അതായത് ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ച റോജി എം ജോൺ MLA ഉണ്ട്. സ്ഥലത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രനുണ്ട്. അതുപോലെ ചാലക്കുടി പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള ബെന്നി ബെഹനാൻ എന്നിവരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്.